ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫോർമാറ്റ് പെയിന്റർ എന്താണെന്ന് നോക്കാം. ഫോർമാറ്റ് പെയിന്റർ ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്യാനായിട്ടാണ് ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ ഹെഡിങ് സൈസ് ഒരു 20 കൊടുത്തു, കളർ ഒരു റെഡ് കൊടുത്തു, അണ്ടർലൈൻ അപ്ലൈ ചെയ്തു. ഇനി ഈ ഹെഡിങ്ങിന്റെ ഫോർമാറ്റ് നമുക്ക് വേറൊരു ഹെഡിങ്ങിന് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനിവിടെ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അണ്ടർലൈൻ ബോൾഡ് ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ അതിന് കളർ ഓട്ടോമാറ്റിക് കൊടുത്തു. ഫോണ്ട് സൈസ് ഒരു 12 എടുത്തിട്ട് കൊടുത്തു. ഈ ഹെഡിങ്ങിന് നമുക്ക് ഈ ടോപ്പിൽ കൊടുത്തിട്ടുള്ള ഈ ഫോർമാറ്റ് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഹെഡിങ് സെലക്ട് ചെയ്തു, ഹെഡിങ് മാത്രമായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫോർമാറ്റ് പെയിന്റർ എടുത്തു. ഫോർമാറ്റ് പെയിന്റർ ക്ലിപ്പ് ബോർഡിൽ ഹോമില് ക്ലിപ്പ് ബോർഡിലാണ് ഫോർമാറ്റ് പെയിന്റർ എടുക്കുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+C ആണ്. നമുക്ക് കീബോർഡിൽ വരാതെ ഹോം ടാബിലേക്ക് പോവാതെ മൗസ് ഉപയോഗിക്കാതെ കീബോർഡ് വെച്ച് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ Ctrl+Shift+C യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഹെഡിങ്ങിലേക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യുക, ഹെഡിങ് സെലക്ട് ചെയ്യാം. അപ്പൊ നോക്കുക, നമ്മുടെ ഹെഡിങ്ങിന്റെ ഫോർമാറ്റ് മാത്രമാണ് ഇവിടെ പേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് കോപ്പി ആയിട്ടില്ല. പകരം ഫോർമാറ്റ് മാത്രം ആണ് കോപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.